പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ചാനലിൽ കാണിക്കാത്ത ഒരു മാഗസീനാണ്. എനിക്കും ഇതൊരു പുതിയ മാഗസീനാണ്. ഞാനിത് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് മാഗസീൻ്റെ പേര് എക്ലീസിയ എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള മലങ്കര സഭ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻസിൻ്റെ തന്നെ ഒരു സബ് സെക്ഷനാണ് മലങ്കര സഭ. അപ്പം മലങ്കര മാർത്തോമ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ മുഖപത്രം പോലത്തെ മുഖ മാഗസീൻ എന്ന് പറയാവുന്ന ഒരു മാഗസീനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് എക്ലീസിയ എന്നാണ് ഈ മാഗസീൻ്റെ പേര്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഏപ്രിൽ ജൂൺ 2025, ഏപ്രിൽ ജൂൺ 2020, 2 മാസത്തെയും കൂടെ ചേർത്താണ്. ഏപ്രിലും ജൂൺ 2025, ഏപ്രിലും ജൂണിലും കൂടെ ചേർത്തുള്ള എക്ലീസിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മലങ്കര മാർത്തോമ സുറിയാനി സഭ തിരുവനന്തപുരം കൊല്ലം ഡിവിഷൻ്റെയാണ് ഇത്. അതുകൂടാതെ ഇത് ഭദ്രാസന വാർത്താ പത്രിക, ഭദ്രാസനം എന്ന് പറയുന്നത് ഇവരുടെ ഡിവിഷൻ്റെ, അതായത് എന്താ പറയുന്നത്, ജില്ലാ ഉപജില്ല എന്നൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട്. അപ്പോൾ മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ, തിരുവനന്തപുരം കൊല്ലം രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഭദ്രാസനത്തിൻ്റെ വാർത്താപത്രികയാണിത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഏപ്രിൽ ജൂൺ 2025ആണ്. അപ്പോൾ ഇവിടുത്തെ എൻ്റെ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന മാർത്തോമ സഭയാണ്. അപ്പോൾ അതായത് അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും മാർത്തോമ സഭക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി, അതായത് എൻ്റെ അമ്മയുടെ അമ്മ അവരുടെ പള്ളിയിൽ പോയപ്പോൾ അവർക്ക് കിട്ടിയതാണ്. അങ്ങനെ കുറേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അതിന് മുമ്പ് എന്താ പറയുക അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടാറില്ല. അപ്പോൾ ഇവർക്ക് ഈ മാസം പോയ സമയത്ത് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു, അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് ഹോൾ ചെയ്യാമെന്ന് വിചാരിച്ചു, നമുക്കൊരു കണ്ടൻറ്റ് ആവുമല്ലോ എന്ന് വെച്ച്. എൻ്റെ കവർ സ്റ്റോറിയിൽ ഈസ്റ്റർ ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ് നടക്കുന്നത്, ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ മിക്കവാറും സഭയിലുള്ള ന്യൂസുകളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളടക്കം. മിക്കവാറും ഉള്ളടക്കം കുറച്ചേ ഉള്ളൂ. ഓക്കെ, കുറച്ച് പേജേ ഉള്ളടക്കം. എക്ലീസിയ ഉള്ളടക്കം ഇത്രേ ഉള്ളടക്കം. അപ്പോൾ ആത്മീയമായ ആർട്ടിക്കിളുകളും പിന്നെ മാർത്തോമ സഭയായിട്ട് ബന്ധപ്പെട്ട, അതായത് മാർത്തോമ സഭയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികൾ, അതായത് ഏപ്രിൽ ജൂൺ മാസമല്ലേ, അപ്പോൾ ആ മാസങ്ങളിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നടന്ന മാസങ്ങളിൽ നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും റൈറ്റപ്പ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളടക്കം ഒന്ന് വായിക്കാം, എനിക്കും അറിയാൻ കൗതുകമുണ്ട്. ഉള്ളടക്കം ഓരോരോ ആർട്ടിക്കിളായിട്ട് വായിക്കുകയാണ്. അത് എഴുതിയ ആൾക്കാരുടെ പേര്. ദർശനദീപ്തി എന്നാണ് ഒരു ആർട്ടിക്കിൾ. അത് എഴുതുന്നത് ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ. ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ എഴുതുന്ന ഒരു ആർട്ടിക്കിൾ. അതിൻ്റെ പേര് ദർശനദീപ്തി എന്നാണ്. എഡിറ്റോറിയൽ എഴുതുന്നത് റവറൻറ്റ് മനോജ് ഇടിക്കുള. അപ്പോൾ എഡിറ്റർ എന്ന് പറയുന്നത് മനോജ് ഇടിക്കുളയാണ് എഡിറ്റർ. അതേ റവറൻറ്റ് മനോജ് ഇടിക്കുള. അപ്പോൾ അതേ എഴുതുന്ന എഡിറ്റോറിയലുണ്ട്. അതിനുശേഷം മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസ് 113ാമത്തെ സെക്ഷൻ, അതിനെപ്പറ്റിയുള്ള റൈറ്റപ്പ്. അതായത് മാർത്തോമ സഭയിലെ സ്റ്റുഡൻസിൻ്റെ കോൺഫറൻസ് നടന്നു കാണും. അപ്പോൾ നടന്നതിനെ പറ്റിയുള്ള റിപ്പോർട്ട് പോലെ. അതെഴുതുന്നത് ഡോക്ടർ തിയോഡോസിയസ് മാർത്തോമ മെട്രോപൊളിറ്റൻ. ഡോക്ടർ തിയോഡോസിയസ് മാർത്തോമ മെട്രോപൊളിറ്റൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ എഴുതുന്നത്. പ്രത്യാശയുടെ പുതുവഴികൾ സമ്മാനിക്കുന്ന ഉദ്ധാനം, അതായത് ഈസ്റ്ററിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. റവറൻറ്റ് സജീവ് വർഗീസ് കോശി. അടുത്തൊരു പോയമാണ്. പോയം എന്ന് പറയുമ്പോൾ കവിതയാണ്. ഇംഗ്ലീഷ് കവിതയാണ്. ദ ഫാദർ ദാറ്റ് ഐ ഡിനൈഡ് എഴുതുന്നത് ഹൃദയ മറിയം സാബു എഴുതുന്ന ദ ഫാദർ ദാറ്റ് ഐ ഡിനൈഡ് എന്ന് പറയുന്ന ഒരു കവിതയാണ്. അടുത്ത ഉയർപ്പിൻ്റെ ശുശ്രൂഷയും അതിൻ്റെ പ്രസക്തിയും, അതും ഈസ്റ്ററിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. അത് എഴുതുന്നത് റവറൻറ്റ് ജോൺ മാത്യു പെരിങ്ങള്ളൂർ. അതിനുശേഷം വീണ്ടും ഒരു കവിതയാണ്. AC കുര്യനാണ് കവിത എഴുതുന്നത്. കവിതയുടെ പേര് തണൽ. അടുത്തതൊരു ഇംഗ്ലീഷ് കവിതയാണ്. അന്നമ്മ പോത്തനാണ് ഈ കവിത എഴുതുന്നത്. കവിതയുടെ പേര് അൺലീഷ്ഡ് കോൾട്ട്, COLT കോൾട്ട്, അൺലീഷ്ഡ് കോൾട്ട്. ഇത് കവിതയുടെ പേരാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിളാണ്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഹീ ലീവ്സ് ക്രൈസ്റ്റ് ജീസസ് ലീവ്സ് ടുഡേ. അവൻ ജീവിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ എന്തോ ഒരു വീട് പോലെ. ഹീ ലീവ്സ് ക്രൈസ്റ്റ് ജീസസ് ലീവ്സ് ടുഡേ, അതാണ് ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. ഇംഗ്ലീഷ് ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും അവൻ ജീവിക്കുന്നു, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നാണ്. മലയാളത്തിൽ എഴുതുമ്പോഴാണ് കുറച്ചും കൂടെ കേൾക്കാൻ സുഖം, മലയാളത്തിൽ പറയുമ്പോഴാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ടൈറ്റിൽ ഇംഗ്ലീഷ് തന്നെ കൊടുത്തിരിക്കുകയാണ്. എഴുതുന്നത് റവറൻറ്റ് മാത്യു കെ ജോൺ. അടുത്ത യുവജന സഖ്യം, യുവതയുടെ ഉൾത്തുടിപ്പ്. യുവജന സഖ്യം എന്ന് പറയുന്നത് മാർത്തോമ സഭയുടെ ഒരു യുവജനങ്ങളുടെ സംഘടനയാണ് യുവജന സഖ്യം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒരു റൈറ്റപ്പ് എഴുതിയിരിക്കുകയാണ് റവറൻറ്റ് ടെനി പള്ളിക്കൽ, TENY, ടെനി പള്ളിക്കൽ. തെക്കൻ മേഖലയിലെ മാർത്തോമ സഭയുടെ സുവിശേഷ ദൗത്യം. തെക്കൻ മേഖലയിൽ ആ ആർട്ടിക്കിൾ എഴുതുന്നത് N തോമസ്.
മൈലച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എൻ തോമസ് ആണ് ആ ആർട്ടിക്കിൾ എഴുതുന്നത്. അടുത്തത് നൈർമല്യ ഡി അഡിക്ഷൻ കൗൺസിലിംഗ് ആൻഡ് നാഷണൽ റിസോഴ്സ് സെൻറ്റർ. നൈർമല്യ എന്ന് പറയുന്നത് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ പേരാണ്. മാർത്തോമ സഭക്കാരാണ് നടത്തുന്ന ഡി അഡിക്ഷൻ. അപ്പോൾ ആ സ്ഥാപനത്തെ പറ്റിയുള്ള റൈറ്റപ്പാണ് എഴുതുന്നത് TJ മാത്യു മാരാമൺ. എഴുതുന്ന അത്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. ഇത്രയും ആർട്ടിക്കിളും കവിതകളുണ്ട്, കൂടാതെ ബാക്കിയെല്ലാം എന്താ പറയുക ആത്മീയ സന്ദേശങ്ങളും ആത്മീയമായ ആർട്ടിക്കിളുകളാണ്, യേശുവിനെ പറ്റിയുള്ള ആർട്ടിക്കിളുകൾ. അപ്പോൾ ഇതാണ് എക്ലീസിയ എന്നാണ് ഇതിൻ്റെ ഈ പർട്ടിക്കുലർ മാസികയുടെ പേര്. ഇത് തിരുവനന്തപുരം, കൊല്ലം, ഭദ്രാസനം, അതായത് തിരുവനന്തപുരം മാർത്തോമാ സഭ, കേരളത്തിലെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ തിരുവനന്തപുരം, കൊല്ലം ഡിവിഷൻ്റെ മുഖപത്രികയാണ് എക്ലീസിയ. അപ്പം ഇത് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പം ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം ഇതാണ് നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും നന്ദി.